അതായത് ഒരു ഫ്രെയിം സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഫ്രെയിമിനെ നിങ്ങൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഗ്രേറ്റ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. ഒരു പഴയ ബിൽഡിങ്, ആ ബിൽഡിങ് 100 വർഷം പഴക്കണമെന്ന് വിചാരിക്കുക. അതിൽ ചില സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീസ് അടിച്ചു പോകും, ചിലപ്പോൾ വേറെ ബൾബായിരിക്കും കത്തുക, ചിലപ്പോൾ ബ്ലിങ്കിങ് വരും. അപ്പോൾ ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് ആ വയറിങ്ങിൽ പറ്റിയ എന്തോ ഒരു മിസ്റ്റേക്സ് ആണ്. ഓക്കെ, അവിടെ സ്വിച്ച് മാറ്റിയാലോ ബൾബ് മാറ്റിയാലോ അതിൻ്റെ പ്രോബ്ലം സോൾവ് ആവുന്നില്ല. സിമിലർലി നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് നമുക്കുണ്ടാകുന്നു. ആ ഫീലിങ്സ് നമ്മുടെ ലിംബിക് ബ്രെയിനിലെ ഏറ്റവും ഒരു കുഞ്ഞു പാർട്ടുണ്ട്, ഒരു ബദാമിൻ്റെ വലിപ്പത്തിലൊരു സാധനം, അതിന് അമിഗ്ഡാല എന്ന് പറയാം. അമിഗ്ഡാല അത് സ്റ്റോർ ചെയ്യുന്നു. അത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ അമിഗ്ഡാലയുടെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഭയമായിട്ടാണ് അമിഗ്ഡാലയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും, തെറ്റിപ്പോകില്ലേ, ഇനി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു തിക്ത അനുഭവം, ഇതൊക്കെ കാരണമായിരിക്കാം. അപ്പോൾ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമ്മളൊരു ഉത്സവത്തിന് ആന ഇടറുന്നത് കാണുന്നുണ്ട് അല്ലേ, ഇപ്പോൾ ഒരുപാട് ആളുകൾ കുത്തിക്കൊന്നൊക്കെ ചെയ്തല്ലോ. ഇതൊരു കുട്ടി കാണുകയാണെങ്കിൽ അയാളുടെ അമിഗ്ഡാലയിലും എന്താണ്, ആന കുത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഒരു നെഗറ്റീവായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. സെയിം സാധനം തന്നെയാണ് പബ്ലിക് സ്പീക്കിങ്ങിലും അവിടെ അമിഗ്ഡാലൊക്കെ ഫീൽ ചെയ്യുന്നത്. അമിഗ്ഡാലൊക്കെ ഇത് പബ്ലിക് സ്പീക്കിംഗ് ആണോ ആനയാണോ ഈവൻ കൂറയാണോ എന്നൊന്നും അറിയില്ല. കൂറയെ പോലും കണ്ടിട്ട് ആനയെ കണ്ടിട്ട് പേടിക്കുന്നത് പോലെ പേടിക്കണില്ലേ? ബിക്കോസ് അമിഗ്ഡാലയ്ക്ക് ഇത് പബ്ലിക് സ്പീക്കിംഗ് ആണോന്നും അറിയില്ല, അല്ലെങ്കിൽ ഇത് കൂറേനെ കണ്ടിട്ടാണോ എന്ന് അമിഗ്ഡാലയ്ക്ക് അറിയില്ല, നമുക്കറിയുള്ളൂ. ബട്ട് ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എ വയറിംഗ് ആണ്. അഥവാ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ ഇവിടെ ഒരു ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്രീസ് ഇതിനുള്ളൊരു ഇമ്പൾസ് നടക്കുന്നു. ഒരു എന്താ പറയുക, കരടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കടുവയെ കാണുമ്പോഴും സെയിം സാധനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ അല്ല, പകരം ഇസ് എ ഗുഡ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് റീവയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ 1 ഡേ പ്രോഗ്രാമിൽ ചെയ്യുന്നത്.